ഈ വീഡിയോയിൽ ഡബിൾ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സിൽക്ക് ത്രെഡ് ആണ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്ന. സിൽക്ക് ത്രെഡ് എടുക്കുമ്പോൾ 2 സ്റ്റാൻഡ്സ് ആയിട്ട് എടുക്കണേ. അതിനാദ്യമായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ആ വരയിലൂടെ ചെയ്യുക. പിന്നെ ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലുള്ള അതിൽ ഫസ്റ്റ് ലെയർ എടുക്കുക. വേറെ കളറിലാണ് ഞാനിപ്പോൾ നൂലെടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അതിൽ ക്ലിയർ ആവണമെങ്കിൽ വേറെ കളർ എടുത്താലേ കാണുള്ളൂ. ഈ ഡബിൾ ചെയിൻ ചെയ്യുമ്പോൾ ഒരേ കളറിലും ചെയ്യാം കേട്ടോ. വേറെ ഒന്നുമില്ല. ഇതേ നേരത്തെ ചെയ്ത അതേ ചെയിൻ സ്റ്റിച്ച് തന്നെ ഈ ആദ്യം ചെയ്ത ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ചെയ്യുന്നേ ഉള്ളൂ. അത്രേ മാറ്റമുള്ളൂ അതിന്. താഴേക്ക് കുത്തുക, താഴേന്ന് സൂചീൻ്റെ മുകളിൽ ചുറ്റി കൊടുക്കുക നൂല്, പിന്നെ മുകളിലോട്ട് എടുക്കുക, ചരിച്ചിട്ടെടുക്കുക. അത്രേ പണിയുള്ളൂ. അപ്പോൾ ഡബിൾ ചെയിൻ സ്റ്റിച്ചായി. ഇതിൻ്റെയൊക്കെ പ്രാക്ടീസ് വീഡിയോ ഞാൻ വേറെ പ്ലേലിസ്റ്റിലാക്കിയിട്ട് കൊടുക്കാം കേട്ടോ. പ്രാക്ടീസ് ചെയ്യാനായിട്ട് വേറെ ഷേപ്സിൽ ചെയ്യണം. അങ്ങനെ ചെയ്താലേ കുറച്ചുകൂടി വേഗത്തിൽ ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ചെയ്യുന്ന തന്നെ കുറച്ചുകൂടെ മുന്നോട്ട് ചെയ്തിട്ട് ഞാൻ എന്നോട്ട് എങ്ങനെ ചെയ്യാമെന്ന് കാണിക്കാം. സാധാ എന്നോട്ട് അതുപോലെ തന്നെ നേരത്തെ കാണിച്ച പോലെ തന്നെ താഴോട്ട് കുത്തിയിട്ട് രണ്ടാമത്തെ ചെയിൻ എടുക്കുക. എന്നിട്ട് ആദ്യത്തെ ചെയിൻ്റെ ഉള്ളിലൂടെ വലിച്ചിട്ട് താഴോട്ട് വിടുക. അപ്പോൾ ഇങ്ങനെ ആയിപ്പോയാൽ താഴേന്ന് സൂചി എടുത്തിട്ട് മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നീറ്റായിട്ട് മുകളിൽ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.